Once again, welcome back to KC's Classes. KC's Classesന്റെയും ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാംസിൽ ഇന്ന് ഫിനിഷ് ചെയ്തത് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. വളരെ നല്ലൊരു പേപ്പർ തന്നെയായിരുന്നു. നമ്മൾ പേടിച്ച പോലെ അങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രത്തോളം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ മെജോറിറ്റി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പാർട്ട് എയില് 7 ചോദ്യങ്ങളിൽ മെജോറിറ്റി കുഴപ്പമില്ലാത്തതാണ്. ആദ്യം, വാട്ട് ഈസ് ഇന്റേണൽ ഗ്രോത്ത് റേറ്റ്? ദെൻ ലിവറേജ്, ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്. കമ്പയർ ഫിനാൻഷ്യൽ ലിവറേജ് വിത്ത് ഓപ്പറേറ്റിംഗ് ലിവറേജ് വന്നു. ദെൻ സെയിൽ ആൻഡ് ലീസ് ബാക്ക്, ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടായിരുന്നു. ലീസ് അതിനെ റിലേറ്റ് ചെയ്തുള്ള വരുന്നത്. മെർജർ പറഞ്ഞാണ്, ഹൊറിസോണ്ടൽ മെർജർ ആൻഡ് വെർട്ടിക്കൽ മെർജർ. സ്പിൻ ഓഫ് നിർബന്ധമായും പഠിക്കാൻ പറഞ്ഞു. ദെൻ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്, പിന്നെ ഡിഫറൻഷ്യൽ എഫിഷ്യൻസി തിയറി. അപ്പോൾ ഇതിൽ നിന്ന് 4 കിട്ടാൻ വല്ല പാടുണ്ടോ? നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇനി പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ പ്രോബ്ലം ആണ് മാനുഫാക്ചറിംഗ് കമ്പനി നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഡീറ്റെയിൽസ് പറഞ്ഞു. വാട്ട് വിൽ ബി ദി ഇമ്പാക്ട് ഓഫ് വാല്യൂ ഓഫ് ദി ഫേം ആൻഡ് എക്വിറ്റി ക്യാപിറ്റലൈസേഷൻ ഫേം ഇഫ് ദി ഡിബഞ്ചർ എമൗണ്ട് ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ദി ഫേം ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. ഓക്കെ, പ്രോബ്ലം പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണത്. അതിനുശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9 വന്നിട്ടുള്ളത് പ്രോബ്ലം അപ്രോച്ച് വെച്ചിട്ടുള്ളതാണ്. കാൽക്കുലേറ്റ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവിഡൻഡിന്റെ ഹൗ മെനി ഇക്വിറ്റി ഷെയർസ് ആർ ടു ബി ഇഷ്യൂഡ് അണ്ടർ ബോത്ത് ദി ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് EPS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം 10ാമത്തെ. അപ്പം ഇങ്ങനെ 3 പ്രോബ്ലം വന്നു. ഇനി 4 തിയറി വളരെ എളുപ്പമുള്ളതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രോബ്ലം പഠിക്കാത്ത കുട്ടികൾക്കും ഈ 4 തിയറി എഴുതിയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യം EVA, അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ്, ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞല്ലേ. പിന്നെ ടേക്ക് ഓവറിന്റെ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്, അതും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെനിഫിറ്റ്സ് ഓഫ് മെർജറും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. സ്കോപ്പ് ഓഫ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പോൾ പ്രോബ്ലം പഠിച്ചു കഴിയാത്തവരെ ഈ 4 തിയറി ഒക്കെ ഞാൻ ഷുവർ ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്താണ്. അത് എഴുതിയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി എസ്സേയുടെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ പ്രോബ്ലം ഞാൻ എന്തായാലും പറഞ്ഞാണ്. മെർജറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ ഉണ്ടാവും എന്നുള്ളത്, EPS കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതാണ് ആദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അതിനുശേഷം നെക്സ്റ്റ് പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിച്ച ടൈപ്പ് തന്നെ ലീസിൻ്റെ ഒരു പ്രോബ്ലം, അതും ഞാൻ പറഞ്ഞതാണ്, അത് വന്നു. പിന്നെ തിയറി 2 ഈസി ആയിട്ടുള്ളതാണ്. വാരിയസ് തിയറീസ് ഓഫ് മെർജർ നോക്കാൻ പറഞ്ഞാണ്. വാരിയസ് തിയറീസ് ഓഫ് ഡിവിഡൻഡിൻ്റെയും പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് പ്രോബ്ലംസ് ഇപ്പോൾ പഠിച്ചു കഴിയാത്ത ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസ് കഴിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് തിയറി വെച്ചിട്ടും, അവിടെ തിയറി സാധാരണ വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള വരാറുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ അതേ ചോദ്യങ്ങൾ വന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ പഠിച്ചു പോയി തന്നെ വന്നതുകൊണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് എക്സാം ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഇൻ്റർനാഷണൽ ഫിനാൻസ് ഉണ്ട്, പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിൻ്റെ ബിസിനസ് ട്രെൻഡ്സ് ഉണ്ട്, പിന്നെ വൈവ വരുന്നുണ്ട്. അപ്പോൾ എക്സാം ഒരെണ്ണം മാറ്റിയിട്ടുണ്ട് 18ാം തീയതിയിലത്തെ. എന്നാലും അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇൻ്റർനാഷണൽ ഫിനാൻസ് ഒരുപാട് പഠിക്കാനുള്ളതാണ്. നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, പിന്നെ ബിസിനസ് ട്രെൻഡ്സിൻ്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.